ഞാൻ നിങ്ങളോട് ഉറപ്പിച്ചു പറയുന്നു, ഇന്ന് ഭാര്യയും ഭർത്താവും വീട്ടിൽ ചെന്നിട്ട് ഒളുവെടുത്തിട്ട് രാത്രി കിടന്നുറങ്ങുന്നതിന് മുമ്പ് ഈ ദിക്റ് പറഞ്ഞിട്ട് നിങ്ങളൊന്ന് കിടന്നുറങ്ങിക്കേ. നിങ്ങളുടെ ജീവിതത്തിൽ ആദ്യ രാത്രി ഉണ്ടായതിനേക്കാളും വലിയ സന്തോഷം ഇന്നത്തെ രാത്രി ഉണ്ടാകും. അള്ളാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ, അള്ളാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. വീട്ടിൽ പോയിട്ട് രണ്ടുപേരും കൂടെ ഇരിക്കുക. ഉസ്താദ് പറഞ്ഞത് കേട്ടില്ലേ? ഇരിക്കാമിന, എന്റെ അടുക്കൽ ഇരിക്ക്. എന്നിട്ട് പറ സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ, ഇന്നഹും കാനൂ യുസാരിഊന ഫിൽ ഖൈറാത്ത്. ഈ നന്മ ഇന്നൊന്ന് പറഞ്ഞു തുടങ്ങിക്കോ. നിങ്ങളൊന്ന് ചെയ്തു നോക്ക്. എന്റെ സഹോദരിയോട് പറയണ്, ഉസ്താദെ എന്റെ ഭർത്താവിന് എന്നോട് സ്നേഹമില്ല, ഉണ്ടോന്നൊന്ന് ടെസ്റ്റ് ചെയ്യാമിന. ഇന്ന് രാത്രി ഈ ദിക്റ് പറഞ്ഞിട്ട് നീയും നിന്റെ ഇക്കായും ഒന്ന് കടന്നു നോക്കിക്കേ. അള്ളാഹു നിങ്ങളുടെ ജീവിതത്തിൽ ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. അപ്പൊ ഇൻഷാ അല്ലാഹ് ചെയ്യൂലേ? നിങ്ങൾ എന്താ എന്നോടൊരു ദേഷ്യം ഉള്ളതുപോലെ? ഇൻഷാ അല്ലാഹ് ചെയ്യൂലേ? ഉറക്ക ഇൻഷാ അല്ലാഹ് പറ. അള്ളാഹുവേ, ഈ ഇൻഷാ അല്ലാഹ് പറയുന്ന ശബ്ദത്തിൽ മരിക്കുമ്പോ ഷഹാദത്ത് കലിമ ഉറക്ക വിളിച്ചു പറഞ്ഞു മരിക്കാൻ ഭാഗ്യം കൊടുക്കണേ അല്ലാഹ്. വേണമെങ്കിൽ ചക്ക വേണമെങ്കിൽ പറയാനൊക്കെ അറിയാല്ലേ. അള്ളാഹു നമുക്ക് ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. വിശദീകരിക്കുന്നില്ല. രണ്ടാമത്തെ ഗുണമെന്താ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ? രണ്ടാമത്തെ സ്വഭാവം എന്താ? ഈ പറയുന്ന സ്വഭാവം ആർക്കെങ്കിലും ഉണ്ടോ എന്ന് സ്വന്തമായിട്ടൊന്ന് ചിന്തിക്കണേ. അല്ലാഹു പറയുകയാ, ഇന്നഹും കാനൂ യുസാരിഊന ഫിൽ ഖൈറാത്ത് വയദഊനനാ റഗബൻ വറഹബാ. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുകയാണ്, വയദഊനനാ റഗബൻ വറഹബാ. അവരല്ലാഹുവിനോട് ദുആ ചെയ്യുന്നവരാ. അവര് പടച്ചവനോട് ജീവിതത്തിൽ എന്ത് പ്രയാസം വന്നാലും, എന്ത് ദുരിതം വന്നാലും, എന്ത് രോഗം വന്നാലും, എന്ത് പ്രതിസന്ധി വന്നാലും അവര് പടച്ച റബ്ബിനോട് പ്രതീക്ഷയോടുകൂടി ദുആ ചെയ്യുന്നവരാ. ഈ സദസ്സിലിരിക്കുന്നവരോട് ചോദിക്കട്ടെ, അല്ലാഹുവിനോട് ദുആ ചെയ്യുന്ന ആരാവുള്ളത്? പടച്ചവനോട് ദുആ ചെയ്യുന്ന ആരാവുള്ളത്? അങ്ങനെ ദുആ ചെയ്യുന്ന ഒരു സ്വഭാവം നിനക്കുണ്ടോ? നീ ഫിർദൗസിന്റെ അവകാശിയാ. അല്ലാഹുവേ, ആ കൂട്ടത്തിൽ നീ പെടുത്തണേ അല്ലാ. രണ്ടാമത്തെ വിഭാഗം അവർ അല്ലാഹുവിനോട് ദുആ ചെയ്യും. ഞാനും ചെയ്യും, നിങ്ങളും ചെയ്യും, എല്ലാരും ദുആ ചെയ്യും. പക്ഷെ ദുആ ചെയ്യുന്ന നിനക്ക് തന്നെ അറിയാം ഇത് ചോദിച്ചിട്ട് കാര്യമില്ലെന്ന്. എടോ, ദുആ ചെയ്യുന്നത്, ദുആ എന്ന് പറയുന്നത് നമ്മൾ നിസ്സാരമായി കാണുന്ന ദുആയല്ല. ഞാൻ പറയുന്നത് നമ്മൾ ചെയ്യുന്ന ദുആ, നമ്മൾ ചെയ്യുന്ന ദുആ വേറെ. കാരണം നിനക്ക് തന്നെ അറിയാം ഇത് ചോദിച്ചിട്ട് കാര്യമില്ല എന്ന്. ഇട്ടിരിക്കുന്നത് ഹറാം, തിന്നുന്നത് ഹറാം. നിങ്ങൾ ആലോചിക്കേ, പള്ളിയിലെ ഉസ്താദ് ദുആ ചെയ്യാ, ഒരുത്ത ഇരുന്നിട്ട് ആമീൻ പറയുന്നു, ആമീൻ ആമീൻ. ഉസ്താദ് നോക്കുമ്പോ പടച്ചവൻ ആദ്യമായിട്ട് പള്ളിയിൽ ഒരു ആമീൻ കേട്ടു. ഉസ്താദിന്റെ ദുആ കൂടി, അല്ലാഹുവേ നീ നല്ല മരണം തരണേ അല്ലാ, ആമീൻ. നല്ല പടച്ചവനെ സ്വർഗം തരണേ അല്ലാ, ആമീൻ. വെള്ളിയാഴ്ച ദിവസം മരിപ്പിക്കണേ അല്ലാ, ആമീൻ. ഈ ചങ്ങാതി പുറകിൽ ഇരുന്നിട്ട് ആമീൻ പറയാ. അല്ലാ, എല്ലാരും നോക്കണ ആരാ പടച്ചവനെ ഇവൻ? നോക്കുമ്പോ ഒരു സഹോദരൻ ഒന്നാമത്തെ സഫിൽ മുഅദ്ദിനിന്റെ തൊട്ടു പുറകിലിരുന്ന് ആമീൻ പറയുന്നുണ്ട്. ഉസ്താദ് ഇവനെ നല്ലതുപോലെ ഒന്ന് നോക്കി, രണ്ട് കൈയും ഉയർത്തിപ്പിടിച്ചിട്ട് ഈ ആമീൻ പറയുന്നവന്റെ പോക്കറ്റിന്റെ അകത്ത് തെളിഞ്ഞു കാണാം, നാളെയാണ് 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 ശനിയാഴ്ച ബമ്പർ, ഓണ ബമ്പർ. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. എടാ, ഇത് പോക്കറ്റിന്റെ അകത്ത് വെച്ചിട്ടാ ഇവ ആമീൻ പറയുന്നത്. ആലോചിക്കേ, ഇന്നത്തെ ഉമ്മത്തിന്റെ അവസ്ഥ ഒന്ന് ആലോചിക്കേ. എല്ലാം ഹറാം. പിന്നെങ്ങനെ സഹോദര? പടച്ച റബ്ബ് നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഈ വർഷത്തെ ഓണ ബമ്പർ എത്ര ഓടിയാടോ? എത്ര ഓണ ബമ്പർ എത്രാന്ന്? എല്ലാം മലക്കുകള്, മനുഷ്യന്മാരും ഇല്ല. ഒന്നിനും അറിയില്ല അല്ലേ? ഒരാൾക്ക് പോലും അറിയത്തില്ല ഓണ ബമ്പർ എത്ര ആണെന്ന്. അള്ളാഹു ഈമാറാകട്ടെ. ചേട്ടാ എത്ര ചേട്ടാ? 75 ലക്ഷമാ? 25 കോടി. പടച്ച റബ്ബേ, ഇതിനകത്ത് പലരും എടുത്തിട്ട് പടച്ചവനെ ദുആ ചെയ്തോണ്ടിരിക്കുക, അടിക്കണേ അല്ലാ, അടിക്കണേ അല്ലാന്ന്. സുബ്ഹാനല്ലാഹ്. ഇവിടെ നമ്മുടെ അവസ്ഥ ആലോചിക്കേ. ഞാൻ ചിന്തിക്കാറുണ്ട്, എൻ്റെ അടുത്ത് വന്നിട്ട് ചോദിച്ചു ലോട്ടറി വേണോന്ന്.
ഞാൻ ആ ചേച്ചിയോട് പറഞ്ഞു ഇത് വീട്ടിൽ വെക്കാ, അടിച്ചാൽ എന്ത് ചെയ്യാൻ, എവിടെ കൊണ്ടുവെക്കാനാ? ഇവിടെ പണ്ടൊരു ഉസ്താദിന്റെ അടുക്ക് ചോദിക്കോ. എൻ്റെ അടുക്കൽ ഒരു ചേച്ചി വന്നിട്ട് പറഞ്ഞു, ഞാനും ഫാമിലി ഉണ്ട്, ഇതാ കോടി, എത്ര കോടി അല്ല ലക്ഷം എന്തോ പറഞ്ഞു, ഇങ്ങനെ പൈസ ഉണ്ടോ? ഞാൻ പറഞ്ഞു, അമ്മേ ഞങ്ങൾക്ക് ഇത് ഹറാമാ. അമ്മയ്ക്ക് എന്ത് ഹറാമ്? ആ പാപത്തിന് ഹറാമെന്ന് പറഞ്ഞാൽ മനസ്സിലാവൂലല്ലോ. ഞാൻ പറഞ്ഞു, ഇത് ഞങ്ങൾക്ക് എടുക്കല് പാവമാന്ന്. ആ അമ്മ എന്നെ നോക്കിയിട്ട് ഒന്ന് ചിരിച്ചു. ആ അമ്മ എന്നെ ഒന്ന് നോക്കിയിട്ട് ചിരിച്ചു. എനിക്ക് മനസ്സിലായി എന്നെ കളിയാക്കിയതാന്ന്. ഞാൻ ചോദിച്ചു, എന്റെ അമ്മയെ ചിരിക്കണേ? അല്ലച്ചാ, നിങ്ങളുടെ ഒരു കാക്കാടെ കടയിലെ ഏജന്റാ ഞാനെന്ന്. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. എന്നെ അച്ഛാന്നാ വിളിച്ചേ, കാരണം തൊപ്പിയില്ലായിരുന്നു. ഇത് കമിതു അവര് വിചാരിച്ച ഞാൻ അച്ഛനാണെന്ന്. എന്നോട് അവര് പറഞ്ഞ മറുപടി, നിങ്ങളുടെ ഒരു ഇക്കാടെ കടയിലെ ഏജന്റാ ഞാൻ. കച്ചവടം നടത്തും. ബിസ്മില്ല ലക്കി സെന്റർ എന്ന് പേരിട്ടിട്ടുണ്ട് പലരും, ബർക്കത്തിന്. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഞാൻ ജോലി ചെയ്തിട്ട് പള്ളിയിൽ നിന്നൊക്കെ മാറിയിട്ട് പിന്നീട് ഒരു കട ഉദ്ഘാടനത്തിൽ പോകുമ്പോൾ ഒരുത്ത ഓടി വന്നിട്ട് മുണ്ടൊക്കെ അഴിച്ചിട്ട് പറഞ്ഞു, ഉസ്താദേ ദുആ ചെയ്യണം കേട്ടോ കച്ചവടത്തിൽ. ഞാൻ പറഞ്ഞു, അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ എന്ന്. കുറച്ച് മുന്നോട്ട് പോയപ്പോൾ എൻ്റെ കൂടെ വന്നവൻ ചോദിച്ചു, ഉസ്താദ് അവൻ എന്ത് ജോലിയാണെന്നറിയാം? ഞാൻ പറഞ്ഞറിയില്ല. പിന്നെ എന്തിനാ ഉസ്താദ് ദുആ ചെയ്തേ? ഞാൻ ചോദിച്ചു, എന്ത് കച്ചവടമാന്ന്? ലോട്ടറി കച്ചവടമാന്ന്. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഇതാണ് അവസ്ഥ. എടാ, ദുആ എന്ന് പറഞ്ഞാൽ എന്താ? എന്റെ പ്രിയപ്പെട്ടവരെ, വയദൂനനാ റഗബൻ വറഹബാ, എങ്ങനെ ദുആ ചെയ്യുന്നവരാ? നമ്മളെ പോലെ കോമാളിത്തരം കാണിക്കുന്നവരല്ല, നമ്മളെ പോലെ അഭിനയിക്കുന്നവരല്ല. എങ്ങനെ ദുആ ചെയ്യണമെന്ന് അല്ലാഹു രണ്ട് തെളിവ് പറയുകയാ. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിലോ രണ്ട് പ്രവാചകന്മാരുടെ ദുആ അല്ലാഹു പറഞ്ഞു തരികയാണ്. ആ ഫിർദൗസിന്റെ അവകാശികളായ രണ്ട് പ്രവാചകന്മാരുടെ ദുആ അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറഞ്ഞു തരികയാ. ഉദാഹരണം പറഞ്ഞു തരട്ടെ. പടച്ചവനെ, ബീച്ചിൽ പോയിട്ടുണ്ടോ? കടപ്പുറത്ത് പോയിട്ടുണ്ടോ? ആ കടലിന്റെ തിരമാലകൾ അടിച്ചു വരുന്ന കരയിൽ പോലും എനിക്കും നിങ്ങൾക്കും പേടിയാടോ? സഹോദരാ, നീ കടലിൽ പോയിട്ടുണ്ടോ? മീൻ പിടിക്കുന്ന കടലിന്റെ ഉൾഭാഗത്തേക്ക് കടന്നു പോയിട്ടുണ്ടോ? വല്ലാത്ത ആഴമാ വാപ്പാ. ഞാൻ പോയിട്ടുണ്ട് ചെറുപ്പക്കാരാ, കടലിൽ മീൻ പിടിക്കാൻ ഞാൻ പോയിട്ടുണ്ടോ? പടച്ചവനെ, കടലിന്റെ ഉൾഭാഗത്തേക്ക് ചെന്നപ്പോ നാലു ഭാഗത്തും വെള്ളമാണ്, മുകളിൽ ആകാശമാണ്. അതാ എന്റെ കൂടെ ഉണ്ടായിരുന്ന പ്രായമുള്ള ഒരാളോട് ചോദിച്ചു, ഇക്കാ ഇവിടെ എത്ര ആഴമുണ്ടാകുമെന്ന് ചുമ്മാതെ ചോദിച്ചപ്പോ, ഉസ്താദേ തെങ്ങിനോളം ആഴമുണ്ട് ഉസ്താദേ. എന്റെ പ്രിയപ്പെട്ട സഹോദരാ, ആ കടലിലെങ്ങാനും ഒരു മനുഷ്യന് വീണുപോയാൽ, ആ കടലിൽ ഒരാൾ വീണുപോയാൽ, എടോ കരയിൽ വീണാ കിട്ടില്ലല്ലോ, പിന്നെയല്ലേ കടലിൽ വീണാൽ. പടച്ചവനെ, ആ കടലിന്റെ ഉൾഭാഗത്ത് വീണാലോ? അതാ പടച്ചവനെ, അതൊക്കെ പോകട്ടെ. ആ കടലിലെ ഏറ്റവും കൂടുതൽ ആഴമുള്ള സ്ഥലത്ത് ജീവിക്കുന്ന ജീവിയാണ് തിമിംഗലം എന്ന് പറയുന്ന മീന്. അത് കടലിന്റെ ഏറ്റവും ആഴമുള്ള സ്ഥലത്താണ് കഴിയുന്നത്, കടലിന്റെ അടിത്തട്ടിലാണ് കഴിയുന്നത്. ആ കടലിന്റെ അടിത്തട്ടിൽ കഴിയുന്ന തിമിംഗലം എന്ന് പറയുന്ന മീനിന്റെ വയറ്റിലെങ്ങാട് ഒരു മനുഷ്യൻ പെട്ടുപോയാ, സുബ്ഹാനല്ലാഹ്, ടൈറ്റാനിക് എന്ന് പറയുന്ന കപ്പല് കാണാൻ പോയി കോടികൾ ചെലവഴിച്ചു പോയവരുടെ ചരിത്രം വായിച്ചവരാ ഞാനും നിങ്ങളും. എടോ, കടലിലെ ഏറ്റവും വലിയ മീനായ തിമിംഗലം എന്ന് പറയുന്ന മീൻ ഈ കാണുന്ന ഈ ആടിച്ചോറിയത്തോളം വലുപ്പമുണ്ടോ തിമിംഗലം എന്ന് പറയുന്ന മീനിന്? ആ മീനിന്റെ വയറ്റിലെങ്ങാനും ഒരു മനുഷ്യന് പെട്ടുപോയാൽ, നിന്റെ ബുദ്ധി കൊണ്ട് ചിന്തിക്കൂ, 1% പോലും ആ മനുഷ്യൻ രക്ഷപ്പെടാൻ സാധ്യതയില്ല. ഒരു വഴിയുമില്ലടോ. എന്തൊക്കെ ചെയ്താലും ആ മീനിന്റെ വയറ്റിൽ കിടക്കുന്ന മനുഷ്യന് രക്ഷപ്പെടാൻ ഒരു ചാൻസുമില്ല. എന്നാൽ മഹാനായ യൂനുസ് നബി അലൈഹിസ്സലാം, അല്ലാഹുവിന്റെ പ്രവാചകനായ യൂനുസ് നബി അലൈഹിസ്സലാം, ആ കാണുന്ന കടലിന്റെ അടിത്തട്ടിൽ കിടക്കുന്ന തിമിംഗലം എന്ന് പറയുന്ന മീനിന്റെ വയറിനകത്ത് യൂനുസ് നബി അകപ്പെട്ടു പോയടോ. ആ യൂനുസ് നബി അവിടെ കടന്നുകൊണ്ട് വിളിക്കുകയാ, ഫനാദാ ഫിൽ ദുലുമാത്
അല്ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. എവിടെ കിടന്നാ വിളിക്കുന്നതെന്നറിയോ? കടലിന്റെ ഉൾഭാഗത്ത് കിടക്കുന്ന തിമിംഗലമെന്ന് പറയുന്ന മീനിന്റെ ആ മീനിന്റെ വയറിനകത്ത് കിടന്നിട്ട് രക്ഷപ്പെടാൻ ഒരു സാധ്യതയുമില്ലാത്ത സമയത്ത് പ്രതീക്ഷയോടെ വിളിക്കുന്നു അനാഥാ ഫിൽലുമാത് അല്ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. ഈ ലോകത്തിന്റെ അധിപനായ അല്ലാഹ് യൂനുസിനെ രക്ഷപ്പെടുത്താ നിനക്ക് കഴിയുമല്ലാ, നിനക്ക് കഴിയുമല്ലാ. എന്നെ രക്ഷപ്പെടുത്തണേ അല്ലാ, എന്നെ രക്ഷപ്പെടുത്തണേ അല്ലാ. എവിടെ കിടന്നിട്ടാ വിളിക്കുന്നത് വാപ്പാ? പെങ്ങളെ എവിടെ കിടന്നിട്ടാ വിളിക്കുന്നത്? കടലിന്റെ അടിയിൽ കിടക്കുന്ന തിമിംഗലമെന്ന് പറയുന്ന ആ മീനിന്റെ വയറിനകത്ത് കിടന്നിട്ട് യൂനുസ് നബി വിളിക്കുകയാ. ലലബിസ ഫീ ബത്നിഹി യൗമ യുബഅസൂ. അല്ല തന്നെ പറയുകയാ, യൂനുസെങ്ങാണം അങ്ങനെ ദുആ ചെയ്തില്ലായിരുന്നെങ്കിൽ, യൂനുസെങ്ങാണം അങ്ങനെ ഒരു ദുആ ചെയ്തില്ലായിരുന്നെങ്കിൽ ഖിയാമത്ത് നാൾ വരെ ആ മീനിന്റെ വയറിനകത്ത് കിടക്കുമായിരുന്നു എന്ന് ഖുർആൻ പറയുമ്പോ വാപ്പാ ഇതിനാ ദുആ എന്ന് പറയുന്നത്. കടലിനടിയിൽ കിടക്കണ തിമിംഗലം എന്ന് പറയുന്ന മീനിന്റെ വയറ്റിനകത്ത് കിടന്നപ്പോഴും യൂനുസ് നബിക്ക് അറിയാം, ഞാൻ വിളിച്ച എന്റെ റബ്ബ് കേൾക്കും, എന്നെ സഹായിക്കും. അല്ലാഹ് ഈമാൻ തരുമാറാകട്ടെ, അല്ലാഹ് ഈമാൻ തരുമാറാകട്ടെ. ഇതിനാ ദുആ എന്ന് പറയുന്നേ. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഇങ്ങനെ ദുആ ചെയ്തിട്ടുണ്ടോ? ഞാൻ ചോദിക്കുന്നത്, ഞാനോ നിങ്ങളോ ആത്മാർത്ഥമായിട്ട് ഒരിക്കലെങ്കിലും പടച്ചവനെ വിളിക്കേണ്ടതുപോലെ ഒരിക്കലെങ്കിലും വിളിച്ചിട്ടുണ്ടോ? എന്റെ പൊന്നാര സഹോദര, പ്രതീക്ഷ വേണം. അള്ളാനിൽ പ്രതീക്ഷ വെക്കണം. പടച്ച റബ്ബ് ഞാൻ ചോദിച്ചാ തരും. ഇന്ന ഇന്ത ലന്നി ഹദീസ് തന്നെ ഉണ്ടല്ലോ, നബിതങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. ഒരു അടിമ അള്ളാഹിനെ കുറിച്ച് എന്താണോ കരുതേണ്ടത്. എടോ, സിറാജിനെ സംബന്ധിച്ചിടത്തോളം സിറാജ് ഇന്നുവരെ ചോദിച്ച എല്ലാം എന്റെ റബ്ബ് തന്നിട്ടുണ്ട്. പിന്നെ എനിക്ക് എന്നാ പേടിക്കാനാ? ഞാൻ ഇന്നുവരെ എന്റെ റബ്ബിനോട് എന്ത് ചോദിച്ചിട്ടുണ്ടോ അല്ല ഇന്നുവരെ ഒന്നും തരാതിരുന്നിട്ടില്ല. പിന്നെ എന്തിനാ എനിക്ക് പേടിക്കേണ്ടത്? റബ്ബിനോട് ചോദിക്കാൻ. ഞാൻ അള്ളഹാനോടല്ലാതെ വേറെ ആരോടാ ചോദിക്കണ്ടേ? എന്റെ റബ്ബ് അല്ലയല്ലേ, ഞാൻ അള്ളാന്റെ അടിമയല്ലേ, എന്റെ യജമാനനല്ലേ അല്ലാ. എന്ത് പ്രതീക്ഷയില്ലാത്ത എന്തേ? പ്രതീക്ഷയില്ലാത്ത എന്തേ? ഇവിടെ ഈ ഉമ്മത്തിനെ പിടിപെട്ടിരിക്കുന്ന ഏറ്റവും വലിയ ഒരു ദുരന്തം എന്താ? പ്രതീക്ഷയില്ല, നിരാശ. അത് വൻപാവാന്ന മുഫദ്ദീസീങ്ങൾ പറയുന്നത്, പണ്ഡിതന്മാര് പറയുന്നത്, മഹത്തുക്കൾ പറയുന്നത്, എടോ നിരാശ എന്ന് പറയുന്നത് വൻപാപവ. എന്താ? അള്ളാഹ്ക്ക് പവറില്ലേ, അള്ളാഹ്ക്ക് കഴിവില്ലേ നീ ചോദിച്ചു തരാൻ? മക്കളില്ലാത്ത എത്ര പേരുണ്ട്? മക്കളില്ലാത്ത എത്ര പേരുണ്ട്? നിരാശ. 40 കഴിഞ്ഞു, 50 കഴിഞ്ഞു, ഇനി പ്രസവിക്കൂല. സാധേ കല്യാണം കഴിഞ്ഞു 15 കൊല്ലമായി, 20 കൊല്ലമായി, ഡോക്ടർ പറഞ്ഞു പ്രസവിക്കില്ലെന്ന്. ഡോക്ടർ ആരാ? പെണ്ണെ, അള്ളായാ. നീക്ക് ചിന്തിക്കേണ്ടത്, ഇന്ന് മക്കളില്ലാത്ത ഒരുപാട് പേരുണ്ടല്ലോ. ഇനി ഉണ്ടാകില്ല എന്ന് നിങ്ങൾ തന്നെ തീരുമാനിച്ചു. എന്റെ ഖുർആൻ ഒന്നും ഓതാത്ത നിങ്ങൾ? മക്കളില്ലാത്തവരോട് ഞാൻ ചോദിക്കട്ടെ, നീ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ദുആ ചെയ്തിട്ടുണ്ടോ സഹോദര? അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയാ. നിങ്ങൾക്ക് ഞാൻ ഒരു ചരിത്രം പഠിപ്പിക്കാം. ഞാൻ രണ്ടാമതൊരു ചരിത്രം പറയാം. ഒരു ദുആ. നിരാശ ജീവിതത്തിൽ പാടില്ല. എന്തു വന്നാലും നിരാശ വൻപാപങ്ങളിൽ പെടും. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ, അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മറിയം എന്ന് പറയുന്ന ഒരു പെൺകുട്ടി പള്ളിയുടെ മിഹ്റാബിനകത്തിരിക്കുന്നു, ബൈത്തുൽ മുഖദ്ദസിൽ. ആ ബൈത്തുൽ മുഖദ്ദസിന്റെ പള്ളിയുടെ മിഹ്റാബിനകത്ത് മറിയം എന്ന് പറയുന്ന ഒരു ചെറിയ പെൺകുട്ടിയെ സക്കരിയ നബി അലൈഹിസ്സലാം വളർത്തുന്നുണ്ട്. ഉമ്മ നേർ ചെയ്തതാ. ആ മറിയം ഇങ്ങനെ ഇരിക്കുമ്പോ സക്കരിയ നബി പള്ളിയുടെ മിഹ്റാബിനകത്ത് കയറി ചെല്ലുമ്പോ മറിയം ബീവി പഴം കഴിച്ചുകൊണ്ടിരിക്കുക. ആ പഴം ആ നാട്ടിൽ പോലും കിട്ടൂല, സീസൺ പോലും അല്ല. സക്കരിയ നബി വാങ്ങിച്ചു കൊടുത്തതല്ല പഴം. പള്ളിയുടെ മിഹ്റാബിനകത്തിരുന്നു മറിയം എന്ന് പറയുന്ന ചെറിയ പെൺകുട്ടി പഴം തിന്നത് കണ്ടപ്പോൾ സക്കരിയ നബി ചോദിച്ചു, മറിയമേ, ഇതെവിടെ നിന്നാ മോളെ? ഈ പഴം നിനക്ക് എവിടെ നിന്ന്? പള്ളിയുടെ മിഹ്റാബിനകത്തിരിക്കുന്ന മറിയം ബീവിയോട്, ആ ചെറിയ പെൺകുട്ടിയോട് ചോദിക്കുകയാ, എവിടെ നിന്നാണ് ഈ പഴം കിട്ടിയത്? ഖാലത്തു ഹുവ മിൻ ഇൻദില്ലാഹ്.
എനിക്കെന്റെ റബ്ബ് തന്നതാ, എനിക്കെന്റെ റബ്ബ് തന്നതാ. മറിയമെന്ന് പറയുന്ന പെൺകുട്ടി പറയുകയാണ്, എനിക്കെന്റെ റബ്ബ് തന്നതാണ്. പടച്ചവനെ, ഫലസ്തീൻ എന്ന് പറയുന്ന രാജ്യത്ത് പോലും കിട്ടാത്ത സമയമാണോ? ആ പഴത്തിന്റെ സീസണല്ല. രണ്ട്, ആ നാട്ടിൽ ഒരിടത്ത് പോലും ആ പഴമില്ല. ആ പഴമാണ് പള്ളിയുടെ മിഹ്റാബിനകത്തിരിക്കുന്ന മറിയമിന് അല്ലാഹു കൊടുത്തതെന്ന് പറയുമ്പോ സക്കരിയ നബിയുടെ ചരിത്രം അറിയുമോ? മക്കളില്ലാത്ത ഈ മുസ്ലിമേ, മക്കളില്ലാത്ത ഉമ്മമാരെ, അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുകയാ, മഹാനായ സക്കരിയ നബി അലൈഹിസ്സലാം അല്ലാഹുവിനോട് ദുആ ചെയ്ത ദുആ എന്തെന്നറിയോ? قال رب إني وهن العظم مني واستعل الرأس شيبا. കല്യാണം കഴിഞ്ഞു കൊല്ലങ്ങളായി സക്കരിയ നബിക്ക് പ്രായമായി. വാപ്പാ 100 വയസ്സ് കഴിഞ്ഞു എന്ന് ചരിത്രം പറയുകയാണ്. 100 വയസ്സ് കഴിഞ്ഞ വൃദ്ധനായ തൊലിയൊക്കെ ചുളുങ്ങിപ്പോയ സക്കരിയ നബി തന്നെ അല്ലാഹുവോട് പറയുന്നു, പടച്ചവനെ, പ്രായമായി റബ്ബേ, എല്ലുകൾ പൊടിയുന്നു റബ്ബേ, അല്ലാ, എനിക്ക് മക്കൾ ഉണ്ടാകാൻ ഒരു സാധ്യതയുമില്ല അല്ലാ, എനിക്ക് പ്രായമായല്ല, എനിക്ക് പ്രായമായല്ല, എനിക്ക് ആരോഗ്യം നഷ്ടപ്പെട്ടു അല്ലാ, എനിക്കാണെങ്കിൽ മക്കൾ ഉണ്ടാകാൻ ഒരു സാധ്യതയുമില്ല. എന്നിട്ട് സക്കരിയ നബി പറയുകയാണ്, വകാനത് ഇംറഅതി ആഖിറാ. എന്റെ പ്രിയപ്പെട്ട പെങ്ങന്മാരെ, സക്കരിയ നബി അലൈഹിസ്സലാമിന്റെ ഭാര്യയ്ക്ക് പ്രായമായി. പടച്ചവനെ, 50 വയസ്സ് കഴിഞ്ഞ മെൻസസ് പോലും നിലയ്ക്കുമല്ലോ. 50ഉം 55ഉം വയസ്സ് കഴിഞ്ഞാൽ മെൻസസ് പോലും നിലയ്ക്കുമല്ലോ. എടോ, മെൻസസ് നിലച്ചു പോയ ഒരു പെണ്ണിന് മക്കൾ ഉണ്ടാകാൻ സാധ്യതയുണ്ടോ? സക്കരിയ നബി അലൈഹിസ്സലാം വൃദ്ധനായടോ, 100 വയസ്സ് കഴിഞ്ഞു എന്ന് ചരിത്രം പറയുന്നു. പടച്ചവനെ, സക്കരിയ നബിയുടെ ഭാര്യയ്ക്കും അതുപോലെ പ്രായം ചെന്നിരിക്കുകയാണ്, മെൻസസ് പോലും നിലച്ചിരിക്കുകയാണ്. നിങ്ങൾക്ക് മനസ്സിലാകാൻ ഞാനൊരു ഉദാഹരണം പറഞ്ഞതാ. മെൻസസ് പോലും നിലച്ചു പോയിരിക്കുകയാണ്. അങ്ങനെ രണ്ടുപേരും പ്രായമുള്ളവരാണ്. ഈ പ്രായമുള്ളവർക്ക് മക്കളുണ്ടാകാൻ സാധ്യതയുണ്ടോ? ഇന്നത്തെ ഡോക്ടർമാർ പറയുന്ന കണക്ക് പറയടോ, മക്കളുണ്ടാകാൻ സാധ്യതയുണ്ടോ? 1% പോലും സാധ്യതയില്ല. എന്നാ സക്കരിയ നബി പറഞ്ഞു, അല്ലാ, കാര്യം ഇങ്ങനെയൊക്കെയാണെങ്കിലും നിനക്ക് കഴിയുമല്ലാ, നിനക്ക് പവറുണ്ട് പടച്ചവര്. നീ വിചാരിച്ച സിമ്പിളാ റഹ്മാനെ, എനിക്കൊരു മോനെ വേണം പടച്ചവര്, എനിക്കൊരു മോനെ വേണം പടച്ചവര്. 120 വയസ്സെന്നൊക്കെ ചരിത്രം പറയുകയാ. 100 വയസ്സ് കഴിഞ്ഞ സക്കരിയ നബി 99 വയസ്സുള്ള തന്റെ പ്രിയപ്പെട്ട ഭാര്യ, ഈ വൃദ്ധരായ ഭാര്യയും ഭർത്താവുമാണ്. ഇവര് രണ്ടുപേരും അവരുടെ സാഹചര്യങ്ങൾ മുഴുവനും അല്ലാഹുവോട് പറഞ്ഞിട്ട് സക്കരിയ നബി പറഞ്ഞു, റബ്ബേ, എനിക്കൊരു മോനെ വേണമല്ലാ. കൊടുത്തു വാപ്പാ. ആ വയസ്സാങ്കാലത്ത് സക്കരിയ നബി റബ്ബിനോട് മോനെ വേണമെന്ന് പറഞ്ഞപ്പോ അല്ലാഹു കൊടുത്ത മകനാണ് യഹ്യാ നബി അലൈഹിസ്സലാം. ഇതിനാ ദുആ എന്ന് പറയുന്നത്, ഇതിനാണ് ദുആ എന്ന് പറയുന്നത്. പെങ്ങളെ, ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഇങ്ങനെ ദുആ ചെയ്തിട്ടുണ്ടോ? 100 വയസ്സ് കഴിഞ്ഞ ഒരു വാപ്പായിക്ക് സ്വന്തം എഴുന്നേറ്റ് പോലും നിൽക്കാൻ പറ്റാത്ത ഒരു വാപ്പ, എടാ 10, 50, 60 വയസ്സ് കഴിഞ്ഞു, മെൻസസ് പോലും നിലച്ചു പോയ ഒരു ഉമ്മ, ഇവർക്ക് മക്കൾ ഉണ്ടാകാൻ ചാൻസ് ഉണ്ടോ? ഇല്ല, ഒരു സാധ്യതയുമില്ല, 1% പോലുമില്ല. എന്നിട്ടും സക്കരിയ നബി അല്ലാഹുവോട് പറഞ്ഞു, നിനക്ക് തരാൻ കഴിയും പടച്ചവനെ, എനിക്ക് വേണം അല്ലാ ഒരു മോനെ, കൊടുത്തടോ അല്ലാ. യഹ്യാ നബി അലൈഹിസ്സലാം, അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. ഇതിനാ ദുആ എന്ന് പറയുന്നേ. ഇങ്ങനെ പ്രതീക്ഷ വെക്കണം. നിനക്കോ ഏതോ ഒരുത്തം പറഞ്ഞു ഇനി ഉണ്ടാകത്തില്ല, കൗണ്ടിങ് ഇല്ല, ഗർഭപാത്രമില്ല, മണ്ണാങ്കട്ടയില്ല, കഴിഞ്ഞു, തീർന്നു, ഇനി ഉണ്ടാവത്തില്ല, നടക്കാം.
കണ്ട പച്ചമരുന്നും ഇംഗ്ലീഷ് മരുന്നും കണ്ട പേവെള്ളവും എല്ലാം കുടിച്ചു. വല്ല കാര്യമുണ്ടോ? വല്ല കാര്യമുണ്ടോ? എൻ്റെ സഹോദരനോട് ഞാൻ ചോദിക്കട്ടെ, മക്കളില്ലാത്ത നവദമ്പതിമാരോട് ഞാൻ ചോദിക്കട്ടെ, അള്ള പറഞ്ഞ മരുന്ന് നിങ്ങൾ ആരെങ്കിലും കഴിച്ചോ? അവിടെ ഉണ്ട്. തിരുവനന്തപുരം വരെ എല്ലാ ഹോസ്പിറ്റലിലും കയറി ഇറങ്ങി, ഇനി ഒന്നുമില്ല. എന്നാൽ നീ ഒരിക്കലെങ്കിലും ചിന്തിക്ക്, ഖുർആനിലും മരുന്നില്ലാത്ത എന്തെങ്കിലും ഒരു രോഗമുണ്ടോ? ഇവിടെ അള്ളാന്റെ ഖുർആനിലില്ലാത്ത എന്താ ഉള്ള? എല്ലാത്തിനും ഖുർആൻ ഉണ്ടല്ലോ. അള്ളാന്റെ വിശുദ്ധമായ ഖുർആനിൽ മക്കളില്ലാത്തവർക്ക് അള്ളാഹു തന്നെ മരുന്ന് പറഞ്ഞു തന്നിട്ടുണ്ട്. ഒരിക്കലെങ്കിലും കഴിച്ചു നോക്കിയിട്ടുണ്ടോ? അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. മക്കളുണ്ടാകാൻ ഖുർആനി മരുന്നുണ്ടോ? പറകാക്കമാരെ ഉണ്ടോ? നിങ്ങൾ എന്താ ഇങ്ങനെ ഇരിക്കണേ? ഇവിടെ എല്ലാത്തിനും ഖുർആനിൽ മരുന്നുണ്ട്, ഇല്ലെന്ന് പറയാൻ പാടില്ല. അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിനകത്ത് എല്ലാം ഉണ്ട്. മക്കളില്ലാത്തവർക്ക് മരുന്ന് ഖുർആനിലുണ്ട്. കച്ചവടത്തിൽ ബറക്കത്ത് വേണോ? അതിന് നീ ഒന്നും ചെയ്യണ്ട. ഖുർആൻ പറയുന്നുണ്ട് മരുന്ന്. കച്ചവടത്തിൽ ബറക്കത്ത് ഉണ്ടാകാൻ, നിനക്ക് എല്ലാ അപൂർത്തി ഉണ്ടാകണമെങ്കിൽ എന്ത് ചെയ്യണമെന്ന് ഖുർആൻ പറയുന്നു. അള്ളാഹു ദുആ ചെയ്യാൻ ഭാഗ്യം തരുമാറാകട്ടെ. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. എന്താ മരുന്നെന്താ? മക്കളില്ലാത്തവരൊക്കെ പഠിക്കണം. ഞാൻ പറഞ്ഞുതരാം മരുന്ന്. കടയിൽ കച്ചവടം ഇല്ലാത്തവൻ, വീട്ടിൽ കിണറ്റിൽ വെള്ളമില്ലാത്തവൻ, മരുന്ന് ഞാൻ പറഞ്ഞുതരാം. മഹാനായ ഹസൻ ബസ്രി തങ്ങളുടെ ചരിത്രം എടുത്ത് വായിച്ചു നോക്ക്. ഒരിക്കൽ ഒരാൾ കയറി വന്നിട്ട് പറഞ്ഞു, തങ്ങളെ വെള്ളമില്ല, വല്ലാത്ത ക്ഷാമം, വല്ലാത്ത പ്രയാസം, ദുആ ചെയ്യണം. മഹാനവറുകൾ അവിടെ നിന്ന് പറഞ്ഞു കൊടുത്തു, അസ്തഗ്ഫിറുല്ലാഹല്ലദീ. പറഞ്ഞു, വെള്ളമില്ലേ, മഴയില്ല, വെള്ളം വേണോ? കിണറ്റി വെള്ളം വേണോ? എന്തുമാകട്ടെ, നിനക്ക് വെള്ളം വേണോ? എന്ത് പറയാൻ പറഞ്ഞു? അസ്തഗ്ഫിറുല്ല പറയാൻ. കുറച്ചു കഴിഞ്ഞപ്പോ രണ്ടാമതൊരു ചങ്ങാതി കയറി വന്നു, തങ്ങളെ കച്ചവടമൊക്കെ ആകെ പ്രശ്നത്തില, കച്ചവടമൊക്കെ ആകെ പ്രയാസത്തില, ദുആ ചെയ്യണം. മഹാനവറുകൾ പറഞ്ഞു, അസ്തഗ്ഫിറുല്ല പറ. മൂന്നാമതൊരാള് വന്നു, തങ്ങളെ കല്യാണം കഴിഞ്ഞു കുറെ കാലമായി, മക്കളില്ല. അപ്പോഴും പറഞ്ഞു, അസ്തഗ്ഫിറുല്ല പറ. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. എടാ, വെള്ളമില്ല എന്ന് പറഞ്ഞവനോടും കച്ചവടത്തിൽ അഭിവൃദ്ധി വേണമെന്ന് പറഞ്ഞു, മക്കളെ വേണമെന്ന് പറഞ്ഞു, എന്ത് വരുന്ന പറഞ്ഞേ? എല്ലാവരോടും അസ്തഗ്ഫിറുല്ല. അപ്പൊ ശിഷ്യന്മാര് ചോദിച്ചു, ഇതെന്തേ ഉസ്താദെ എല്ലാത്തിനും ഒരു മരുന്ന് തന്നെ? എവിടെ ചെന്നാലും ചിലപ്പോൾ വാരി തരും. ഗവൺമെന്റ് ആശുപത്രി പോകുമ്പോൾ കുറച്ച് വാരി തരണമല്ലേ? എവിടെ പോയാലും എവിടെ ഒരു ഡബ്ബയ്ക്കകത്തുനിന്ന് വാരി ഇങ്ങനെ തരും. അതിലെന്തോ ഒരു ബർക്കത്തുണ്ടെന്ന് പറയണമല്ലേ? എടാ, അവിടെ നിന്ന് ചോദിച്ചു, എന്തേ എല്ലാവർക്കും 3 പേർക്കും ഒരേ മരുന്ന് പറയാനുള്ള കാരണം എന്താ? മഹാനവറുകൾ അവിടെ നിന്ന് പറയുകയാ, ഞാൻ പറഞ്ഞതല്ല, അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനാ പറയുന്നത്. ഫഖുൽതുസ്തഗ്ഫിറൂ റബ്ബക്കും ഇന്നഹു കാന ഗഫാറാ യുർസിലിസ് സമാഅ അലൈക്കും മിദ്റാറാ വയംദിദുകും ബിഅംവാലിൻ വബനീൻ വയജഅൽ ലക്കും ജന്നാത്തിൻ വയജഅൽ ലക്കും അൻഹാറാ. സിറാജ് പറഞ്ഞതല്ല വാപ്പാ. ഫഖുൽതുസ്തഗ്ഫിറൂ റബ്ബക്കും ഇന്നഹു കാന ഗഫാറാ യുർസിലിസ് സമാഅ അലൈക്കും മിദ്റാറാ വയുംദിദുകും ബിഅംവാലിൻ വബനീൻ. പറഞ്ഞോ സഹോദരാ, മക്കളില്ലാത്തവരെ, കച്ചവടമില്ലാത്തവരെ, അടുത്തവന്റെ കടയിൽ നോക്കിയിരുന്നിട്ട് പ്രാവല്ലേ, പടച്ചവനെ അസൂയ വെക്കാതെ അല്ലാഹുവേ പറഞ്ഞു, അസ്തഗ്ഫിറുല്ലാ. സഹോദരാ, പടച്ച റബ്ബ് തരും സഹോദരാ. അതുകൊണ്ട് പെങ്ങളെ, കണ്ട മരുന്ന് മുഴുവനും മേടിച്ച് കഴിച്ചിട്ടു ഉള്ള ആരോഗ്യം കളയല്ലേ. മക്കളെന്ന് പറയുന്നത് സമ്മാനമാ. അള്ളാന്റെ റസൂലിന്റെ പ്രിയപ്പെട്ട ഭാര്യ മഹദി ആയിഷ, അള്ളാന്റെ റസൂലാണ് ഭർത്താവ്, ഭാര്യ ആയിഷ ബീവിയാണ്. ആയിഷയ്ക്ക് മക്കളില്ല പെണ്ണ്. കൗണ്ടിങ് കുറഞ്ഞത് കൊണ്ടല്ല, ഗർഭപാത്രമില്ലാത്തത് കൊണ്ടല്ല, മെൻസസ് നേരെയാകാത്തത് കൊണ്ടല്ല. അള്ളാന്റെ റസൂല് പറഞ്ഞു, ആയിഷ, അല്ല ഇഷ്ടപ്പെട്ടവർക്ക് കൊടുക്കും ആയിഷ, അതൊരു സമ്മാനമാണ് ആയിഷ. അതുകൊണ്ട് സഹോദരാ,
വയദഊനനാ റഗബൻ വറഹബാ. റബ്ബിനോട് പ്രതീക്ഷയോടുകൂടി ദുആ ചെയ്തു. നഷ്ടമില്ലടോ, നഷ്ടമില്ലടോ. ഒരാൾ പടച്ച റബ്ബിന്റെ മുമ്പിൽ കൈനീട്ടിയിട്ട് സിറാജ് വേണമെങ്കിൽ ഒന്നും തരാതെ പറഞ്ഞു വിടാം. പക്ഷേ അല്ലാഹ് അങ്ങനെയല്ല. ഏത് ദ്രോഹിയാണെങ്കിലും അല്ലാഹുടെ മുമ്പിൽ അവന് കൈ പൊക്കിയാൽ മൂന്നാലൊന്ന് കൊടുക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്റെ മുമ്പിൽ ഒരാൾ കൈ നീട്ടിയ ഞാൻ ചിലപ്പോൾ വെറുതെ വിടും. പക്ഷെ അല്ലാഹുടെ മുമ്പിൽ നീട്ടിയ അല്ലാഹ് മാന്യന, വെറും കയ്യോടെ വിടൂല. മൂന്നിൽ ഏതെങ്കിലും ഒരെണ്ണം തരും. അല്ലാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. ദുആ ചെയ്ത നഷ്ടമുണ്ടോ? ഇല്ല. ലാഭമുള്ള കച്ചവടം ദുആ. ഒരാൾ ദുആ ചെയ്തു, നീ അല്ലാഹുവിനോട് പറഞ്ഞു, പടച്ചോനെ എനിക്ക് സമ്പത്ത് വേണോ അല്ലാഹ്. ചിലപ്പോ അല്ലാഹ് അത് അങ്ങ് തരും. നീ ചോദിച്ചത് തന്നെ അല്ലാഹ് തരും. ഒന്നെങ്കിൽ നീ ചോദിച്ചത് തന്നെ അല്ലാഹു തരും, ഇല്ലെങ്കിൽ അല്ലാഹു തരൂല്ല. അല്ലാഹു ആഖിറത്തിലേക്ക് മാറ്റിവെക്കും. നീ ചോദിച്ചത് നാളെ പരലോകത്തേക്ക് മാറ്റിവെക്കും. അതല്ലെങ്കിൽ നീ ചോദിച്ചതും തരൂല്ല. അല്ലാഹു പരലോകത്തേക്ക് മാറ്റിവെക്കുകയുമില്ല. നിനക്ക് വരാനിരിക്കുന്ന ഒരു വിപത്ത് അല്ലാഹു തട്ടിമാറ്റി കളയുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. വരാനിരിക്കുന്ന ഒരു അപകടമെങ്കിലും ഒരു ശർറെങ്കിലും നീ ദുആ ചെയ്തതിന്റെ പേരിൽ അല്ലാഹു നിനക്ക് മാറ്റിത്തരും. അതാ ദുആ. അതുകൊണ്ട് ഞാൻ പറയുന്നത്, അല്ലാഹുവിൽ പ്രതീക്ഷയോടുകൂടി ദുആ ചെയ്. റബ്ബ് തരും. എന്തു ചോദിച്ചാലും അല്ലാഹു തരും. അല്ലാഹുവിനോട് പ്രതീക്ഷയോടുകൂടി വേണം ചോദിക്കാൻ. പൊറുക്കന്റെ പാപം സയ്യിദി പൊറുക്കാതെ പൊറുക്കുന്നവൻ ആരുണ്ട് നീയല്ലാതെ. ഇഹലോക ആർഭാടങ്ങളെന്നെ വലച്ചതാ, നഫ്സന്ന ഉന്തി തള്ളിവിട്ടു ചതിച്ചതാ. അല്ലാതെ ധിക്കരിച്ചല്ല റബ്ബേ നിന്നെ, അതുകൊണ്ട് ആട്ടരുതിലാഹേ എന്നെ. ഇങ്ങനെയാണ് പടച്ചവനോട് പറയേണ്ടത്. എണ്ണി എണ്ണി പറഞ്ഞിട്ട് വേണം ദുആ ചെയ്യാൻ. അതുകൊണ്ട് സഹോദരാ, ദുആ അത് അല്ലാഹുവിൽ പ്രതീക്ഷയോടുകൂടി ചെയ്യേണ്ടതാണ്. അല്ലാഹുവേ, ഈ മജ്ലിസിലെ ദുആയിക്ക് ഇജാബത്ത് നൽകണേ അല്ലാഹ്. സംഘാടകർ ബക്കറ്റുമായി നിങ്ങളുടെ മുമ്പിലേക്ക് കടന്നു വരികയാണ്. കയ്യിലുള്ളതിലൊരു സദഖ എടുത്തോ. നഷ്ടമില്ല ചെറുപ്പക്കാരാ, നഷ്ടമില്ല ചെറുപ്പക്കാരാ. നീ കൊടുക്കുന്ന 10 രൂപ കാരണം നിനക്ക് നേട്ടമേ ഉള്ളൂ. അസ്സദഖതു റത്തുൽ ബലാ. സദഖ വിപത്തുകളെ തട്ടിമാറ്റുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. അപകടങ്ങളുണ്ടല്ലോ. ഞാൻ ഇങ്ങോട്ട് വന്നപ്പോ പറഞ്ഞു, ഉസ്താദേ ഒരു ചെറുപ്പക്കാരൻ ആക്സിഡന്റ് പറ്റി. അല്ലാഹുവേ പടച്ചവനെ, ഒരു ചെറുപ്പക്കാരൻ ആക്സിഡന്റ് പറ്റി. റബ്ബേ സ്വർഗം കൊടുക്കണേ തമ്പുരാന്. ഇത്രയോ ഉള്ളടോ. റോഡിലൂടെ പോകുമ്പോ നൂറുകണക്കിന് അപകടങ്ങൾ നമ്മൾ കാണുന്നവരാ. പടച്ചവനെ, പെട്ടെന്ന് പെട്ടെന്ന് അല്ലാഹുവേ ഒരു തലവേദന, ഒരു പല്ലുവേദന. റബ്ബേ കൊണ്ടുപോകുമ്പോൾ ക്യാൻസറാ സഹോദരാ. അല്ലാഹുവേ, കാല് മുറിക്കുന്നവർ, കൈമുറിച്ച് കിടക്കുന്നവർ, ശരീരം തളർന്നു കിടക്കുന്നവർ, ഇങ്ങനെയെല്ലാം കിടക്കുന്ന രോഗികളെ കാണുന്നവരാണ്. അല്ലാഹുവേ, നബി തങ്ങൾ പറഞ്ഞത് എന്തെന്നറിയോ? അല്ലാഹുവിന് ചില അടിമകളുണ്ട്. ആ അടിമകൾക്ക് രോഗം വന്നാ അവര് സദഖ കൊടുത്ത് ചികിത്സിക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു തരുമ്പോ വഅദ കേൾക്കാമെന്നവരോട് പറയുകയാ, നഷ്ടമാകില്ല. റബീഉൽ അവ്വൽ മാസമാണ്. അല്ലാഹു ഇഷ്ടപ്പെട്ട മഹാനിന്റെ ഉറൂസാണ്. പടച്ചവൻ കൈവിടൂലടോ. പടച്ചവൻ ഒരിക്കലും നമ്മളെ കൈവിടൂല. ആ പ്രതീക്ഷയോടുകൂടി നിങ്ങളെ കൊണ്ട് കഴിയുന്ന ഒരു സദഖ കൊടുക്കൂ. റഹീമായ അല്ലാഹ്, കാരുണ്യവാനായ അല്ലാഹ്, സ്വീകരിക്കണേ അല്ലാഹ്. എല്ലാവിധ പ്രയാസങ്ങളും മാറ്റണേ അല്ലാഹ്. ദുനിയാവും ആഖിറവും രക്ഷപ്പെടുത്തണേ അല്ലാഹ്.
അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുന്ന രണ്ട്, അവർ അള്ളാഹുവിൽ പ്രതീക്ഷ വെച്ചുകൊണ്ട് ദുആ ചെയ്യുന്നവർ. അള്ളാഹു അക്കൂട്ടത്തിന് നമ്മളെ പെടുത്തുമാറാകട്ടെ. അള്ളാഹു അക്കൂട്ടത്തിന് നമ്മളെ പെടുത്തുമാറാകട്ടെ. സമയം 11:25 11:25 5 മിനിറ്റ് കൂടെ ഉണ്ട്. എന്ത് വേണം? നിങ്ങളുടെ ചോയ്സാ. പറ, എന്ത് വേണം? പറയണോ നിർത്തണോ? എടാ മക്കളെ, നിങ്ങളും ഉണ്ടായിരിടാ. നിങ്ങൾക്കെങ്കിലും എന്നോട് സ്നേഹം തോന്നണ്ടേ? പറയണോ നിർത്തണോ? പറയണോന്ന് ആഗ്രഹമുള്ളവരൊക്കെ ഒന്ന് കൈപൊക്കിക്കേ. അരക്കയ്യന്മാരുണ്ടോ? ശരി, താത്താമാരൊക്കെ ആ, സ്വർണ്ണമൊക്കെ ഊരുമ്പോ തരണം കേട്ടാ. അള്ളാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. ഒരെണ്ണം കൂടെ പറഞ്ഞിട്ട് ദുആ ചെയ്ത് പിരിയ. ഇനിയിപ്പോൾ അടുത്ത കൊല്ലമല്ലേ ഉള്ളൂ. ഇൻഷാ അല്ലാഹ് ഞാൻ ഇരുന്നോട്ടെ. എന്തോ ഒരു ചെറിയ അസ്വസ്ഥത. ഒരു 3 സ്വലാത്ത് സ്വല്ലല്ലാഹു കാലിലൊന്ന് മസിൽ പിടിച്ചപ്പോൾ ഇത്ര വേദനയാണെങ്കിൽ റൂഹ് പിടിക്കുമ്പോൾ എത്ര വേദനയായിരിക്കും. അള്ളാഹു നമ്മുടെ മരണവേദന കുറച്ച് തരുമാറാകട്ടെ. നമുക്ക് അതുപോലും നമ്മളെ കൊണ്ട് സഹിക്കാൻ പറ്റണില്ലല്ലോ സഹോദര. പിന്നെ എങ്ങനെയായിരിക്കും നമ്മുടെ മരണം? അള്ളാഹു നമ്മുടെ മരണം നന്നാക്കി തരുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് ഒന്നുകൂടെ പഠിച്ചിട്ട് എന്തായാലും വന്നല്ലേ. ഇൻഷാ അല്ലാഹ് ഞാൻ റബീഉൽ അവ്വൽ മാസത്തിൽ എൻ്റെ നാട്ടിലാണ് വാഴുന്ന. മൊത്തവും ഇങ്ങോട്ടെങ്ങും ഇല്ല, ആകെ ദൂരെയുള്ള പരിപാടി. ഷംസുക്ക ഒറ്റ ഒരാളാണ്. ഒരുപാട് കാലം കൊണ്ട് ചോദിക്കുന്നു, അൽഹംദുലില്ലാഹ് എങ്ങനെ അപ്പാ ഇല്ല എന്ന് പറയുക. അതുകൊണ്ട് തന്നെയാണ് അള്ളാഹു നമുക്കൊക്കെ ആഫിയത്തും ദീർഘായുസ്സും നൽകുമാറാകട്ടെ. വന്ന വഴി അത്രയും അള്ളാഹു നമ്മളെ സ്വർഗത്തിലേക്ക് അടുപ്പിക്കുമാറാകട്ടെ. 3 അള്ളാഹു പറയുകയാണ്, മൂന്നാമത്തെ സ്വഭാവം എന്താ? ഇന്നഹും കാനൂ യുസാരിഊന ഫിൽ ഖൈറാത്ത് വയദ്ഊനനാ റഗബൻ വറഹബാ വകാനൂ ലനാ ഖാശീൻ. അല്ലാഹ് പറയുന്ന മൂന്നാമത്തെ സ്വഭാവം വകാനൂ ലനാ ഖാശീൻ. അവർക്ക് അല്ലാഹനെ വല്ലാത്ത ഭയമാണെന്ന് അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. ഉറക്കപ്പുറ അല്ലാഹ് ഈമാൻ തരുമാറാകട്ടെ. അള്ളാഹനെ പേടിയുള്ള ആരെങ്കിലും ഉണ്ടോ? പടച്ച റബ്ബിനെ പേടിയുള്ള ആരെങ്കിലും ഉണ്ടോ? നമ്മൾ ചിന്തിക്ക്. നമ്മളിൽ ആർക്കാടോ അള്ളാഹനെ പേടി? നമുക്ക് അള്ളാഹനെ ഒന്നും പേടിയില്ല, പടപ്പുകളെയാ നമുക്ക് പേടി. അള്ളാഹനെ ഭയം നമുക്കില്ല. ഏതെങ്കിലും ആണാകട്ടെ പെണ്ണാകട്ടെ, ഇപ്പൊ ഫർദ് ഹിജാബ് കിട്ടണ്ടിരിക്കണ്. പടച്ച റബ്ബ് സ്കൂളിൽ പോകണം. ഇപ്പൊ അങ്ങോട്ട് തുടങ്ങാറുണ്ട് താത്താമാരുടെ ഒക്കെ അല്ലെ, നമ്മുടെ പെമ്മക്കളുടെ ഒക്കെ ഡാൻസും മേളമൊക്കെ കാണണം ചങ്ങായി. സുബ്ഹാനല്ലാഹ്. എടോ, അള്ളാഹനെ പേടിയുണ്ടായിരുന്നെങ്കിൽ നമ്മൾ ഇങ്ങനെ ആകുമായിരുന്നോ? എനിക്കുമില്ല, നിങ്ങൾക്കുമില്ല. അള്ളാഹനെ പേടി ആർക്കുമില്ലടോ. അള്ളാഹനെ കുറിച്ച് അറിയാറില്ലടോ, അള്ളാഹനെ കുറിച്ച് പഠിക്കുന്നില്ലടോ. വകാനൂ ലനാ ഖാശീൻ.
അല്ലാഹുവിനെ കുറിച്ച് പഠിക്കണേ ചെറുപ്പക്കാരാ. അല്ലാഹുവിനെ അറിയേണ്ടതുപോലെ അറിയണം മോനെ. അല്ലാഹനെ അറിയേണ്ടതുപോലെ അറിയണം മോനെ. അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞത് ആരെ കുറിച്ചെന്നറിയോ? അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുന്ന ഒരു സത്യവിശ്വാസി ആരാണെന്നറിയോ? എടോ, ഒരു മുഅ്മിനായ മനുഷ്യനാരെന്നറിയോ? അതാ താടിയുള്ളവന് മാത്രമല്ല, തഴമ്പുള്ളവന് മാത്രമല്ല, തൊപ്പിയിട്ടവന് മാത്രമല്ല, വഅദ് പറയുന്നവന് മാത്രമല്ല, അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറയുന്നു, ഇന്നമൽ മുഅ്മിനൂനല്ലദീന ഇദാ ദുകിറല്ലാഹ്. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുകയാ, അല്ലാഹ് എന്ന് പറഞ്ഞാ കരയുമടോ. ഒരു യഥാർത്ഥ സത്യവിശ്വാസി അവനോട് അല്ലാ എന്ന് പറഞ്ഞാ മതി. അല്ലാ എന്ന് പറഞ്ഞാല് കണ്ണ് നിറയുകയാ, ഹൃദയം പിടയ്ക്കുകയാ. വജിലത്തു ഖുലൂബുഹും വഇദാ തുലിയത് അലൈഹിം ആയാതുഹു സാദതുഹും ഈമാനാ വഅലാ റബ്ബിഹിം യതവക്കലൂൻ. അല്ലാഹുവിനെ കുറിച്ചുള്ള ഭയമാണ് വേണ്ടത്. അതുകൊണ്ട് എന്റെ ഉപ്പമാരോട് പറയുകയാ, ഉപ്പാ പ്രായമായി വാപ്പാ, 40 കഴിഞ്ഞില്ലേ ഉപ്പമാര്? ഈ സദസ്സിലിരിക്കുന്ന അധികം പേരും 40 കഴിഞ്ഞവരാ. ഇനി എന്ന് നന്നാകാൻ നടക്കുകയാ വാപ്പാ? ഇനി എന്ന് നന്നാകാൻ നടക്കുകയാ? 40 കഴിഞ്ഞാ പേടിക്കണേ വാപ്പാ. എന്റെ സഹോദരങ്ങളോട് പറയുകയാണ്, 40 വയസ്സ് കഴിഞ്ഞ് എന്റെ ഇത്തമാരോട്, എന്റെ സഹോദരിമാരോട് പറയുകയാ, ഇത്രയും നാളും നടന്നതുപോലെയല്ല വാപ്പാ. 40 കഴിഞ്ഞവനെ ഭയക്കണേ. ഒരു തെറ്റിന് ഇരട്ടിയാണ് ശിക്ഷയെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുമ്പോ എന്റെ സഹോദരങ്ങളോട് പറയുകയാണ്, നിങ്ങൾ അല്ലാഹുവിനെ കുറിച്ച് പഠിക്കണേ, അല്ലാഹുവിന്റെ ദീനനുസരിച്ച് ജീവിക്കണേ. അഹങ്കാരികളെ പോലെ ആകല്ലേടാ ചെറുപ്പക്കാരാ. നമ്മളൊക്കെ മുസ്ലിമീങ്ങളാടാ, മരണമുണ്ടെന്ന് വിശ്വസിക്കുന്നവരാ, മരണത്തിന് ശേഷം ഒരു ജീവിതമുണ്ടെന്ന് വിശ്വസിക്കുന്നവരാ. മറ്റുള്ളവരെ കാണിക്കുന്നത് പോലെ നീ കടന്ന് പേക്കൂത്തുകൾ കാണിക്കല്ലേ ചെറുപ്പക്കാരാ. സഹോദരിമാരെ, സ്കൂളിൽ പഠിക്കുന്ന, കോളേജുകളിൽ പഠിക്കുന്ന എന്റെ പെൺകുട്ടികളോട്, മക്കളെ ഫർദയും ഹിജാബും ധരിച്ചുകൊണ്ട് തോന്നിവാസം കാണിക്കല്ലേ. ഇതൊക്കെ പറയുമ്പോ നീയൊക്കെ എന്നെ പരിഹസിക്കും പെങ്ങളെ. ഇതൊക്കെ പറയുമ്പോ നിങ്ങൾ കളിയാക്കും, നിങ്ങൾ പരിഹസിക്കും. ഉസ്താദേ, ജീവിതം ആസ്വദിക്കാനുള്ളതാ, അല്ലാതെ നിങ്ങൾ പറയുന്നത് പോലെ സ്വപ്നലോകത്ത് ജീവിക്കാനുള്ളതല്ല. ആഘോഷിക്കടി പൊന്നുപെങ്ങള്. എന്ത് വേണമെങ്കിലും കാണിച്ചോ, ഇട്ടോണ്ട് വേണമെങ്കിൽ നട, ഇല്ലാതെ വേണമെങ്കിലും നട. ഞങ്ങൾക്കൊന്നും ഒന്നുമില്ലടാ ചെറുപ്പക്കാരാ. അല്ലാഹുവിന്റെ ദീനിനെ നാണക്കേടുണ്ടാക്കി വെക്കാൻ തോന്നിവാസം കാണിക്കുന്ന എന്റെ ചെറുപ്പക്കാരോട്, എടാ ഓന്തോടിയായി എവിടെ വരെ ഓടും പൊന്നുമോനെ. എനിക്കെന്റെ ചെറുപ്പക്കാരോട് പറയാനുള്ളത്, മക്കളെ, എന്തൊക്കെ തോന്നിവാസങ്ങൾ കാണിച്ചാലും, എന്തൊക്കെ അഹങ്കാരം കാണിച്ചാലും, ഞങ്ങളൊക്കെ എന്തു പറഞ്ഞാലും പരിഹസിക്കുന്ന യുവത്വമേ, ഖുർആനിലെ 1-ാമത്തെ ആയത്ത് നിനക്കറിയുമോ? ഇഖ്റഉ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് ഖലഖൽ ഇൻസാന മിൻ അലഖ്. ഇത് ഖുർആനിലെ 1-ാമത്തെ ആയത്താ. ഇനി ഖുർആനിലെ ഏറ്റവും അവസാനത്തെ ആയത്തേതെന്നറിയോ? എന്റെ ചെറുപ്പക്കാര് പഠിക്കണേ, എന്റെ ചെറുപ്പക്കാര് പഠിക്കണേ. അല്ലാഹുവിന്റെ ദീനിന്റെ ശിആറുകളെ കാറ്റിൽ പറത്തുന്ന യുവത്വമേ, എന്ത് തോന്നിവാസത്തിനും കൂട്ടുനിൽക്കുന്ന ചെറുപ്പക്കാരാ, ഖുർആനിലെ ഏറ്റവും അവസാനത്തെ ആയത്തേതെന്നറിയോ? വത്തഖൂ യൗമന തുർജഊന ഫീഹി ഇലല്ലാഹ്.
അല്ലാഹുവേ, പാട്ടിട്ടുകൊണ്ട് ഡാൻസ് ചെയ്തുകൊണ്ട് തോന്നിവാസം കാണിക്കുന്ന പെണ്ണുങ്ങളോട് മോളെ ഫർദ ഊരിയിടടി പൊന്നുമോളെ, എന്തിനാ അത് ധരിച്ചുകൊണ്ട് തോന്നിവാസം കാണിക്കുന്നത്? ചുരിദാറിടാമല്ലോ, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും വസ്ത്രം ധരിക്കാമല്ലോ. ഫർദയും ഹിജാബും ഇട്ടുകൊണ്ട് പെൺകുട്ടികൾ മുൻപന്തിയിൽ നിന്നിട്ട് അല്ലാഹുവേ ജീവിതം ആസ്വദിക്കുമ്പോ ഇത് അല്ല പറഞ്ഞ ആയത്താ. വത്തഖൂ യൗമൻ തുർജഊന ഫീഹി ഇലല്ലാഹ്. എവിടെ പോകാനാടാ ചെറുപ്പക്കാരാ? ഏത് മൂലയിൽ പോയാലും നീ എന്റെ മുമ്പിൽ തന്നെ തിരിച്ചു വരുമടാ. എവിടെ പോയാലും നിന്നെ ഞാൻ എന്റെ മുമ്പിൽ കൊണ്ടുവരുമടാ. അതുകൊണ്ട് ഈ സദസ്സിലിരിക്കുന്നവരോട് പറയുകയാ, ദീനനുസരിച്ച് ജീവിക്കണേ, അള്ളാന്റെ ദീൻ മുറുകെ പിടിക്കണേ, അള്ളാന്റെ ദീൻ മുറുകെ പിടിക്കണേ. ഈ കാലഘട്ടത്തിൽ ദീനനുസരിച്ച് ജീവിക്കുന്നത് വല്ലാത്ത പ്രയാസമാണോ പടച്ചവനെ? അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാ, ദീനിനാണ് സ്ഥാനം കൊടുക്കേണ്ടത്, ദീനിനാണ് സ്ഥാനം കൊടുക്കേണ്ടത്. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ദീനിന് മഹത്വം കൊടുക്കണം ചെറുപ്പക്കാരാ. അതുകൊണ്ടാ മോനെ, പെണ്ണ് കെട്ടുന്ന സമയത്ത് ദീനുള്ള പെണ്ണിനെ വിവാഹം കഴിക്കാൻ പറയുന്നത് എന്തിനാണെന്നറിയോ? പെങ്ങളെ, ദീനുള്ളവനെ വേണം കല്യാണം കഴിക്കാൻ. സൗന്ദര്യമല്ല, സമ്പത്തല്ല, കുടുംബ മഹിമയല്ല. ഫളുഫറു ബിദാത്തിദ്ദീൻ, ദീനിനെ വേണം മുറുകെ പിടിക്കാൻ. അതുകൊണ്ട് എന്റെ പഴയ കാലഘട്ടങ്ങളിൽ ജീവിച്ചിരുന്ന മാതാപിതാക്കള് തെറ്റ് ചെയ്ത മക്കള് തിരുത്തുമായിരുന്നു. അല്ലാഹുവേ, അത്രത്തോളം അറിവായിരുന്നടോ, അത്രത്തോളം അറിവായിരുന്നടോ. അല്ലാഹുവേ, പഴയ കാലഘട്ടങ്ങളിൽ ജീവിച്ചിരുന്ന കള്ളുകുടിയന്മാർക്ക് പോലും അറിവുണ്ടായിരുന്നു. എന്നാൽ ഇന്നത്തെ മനുഷ്യന്റെ അവസ്ഥയെ കുറിച്ച് പറയാൻ കഴിയില്ലടോ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാ, അല്ലാഹനെ ഭയന്ന് ജീവിക്ക ചെറുപ്പക്കാരാ. പെങ്ങളെ, നിന്നെയൊക്കെ ഞങ്ങൾ വാഴ്ന്നു പറയുമ്പോ സഹോദരിമാരെ ഞങ്ങൾ പലപ്പോഴും ഇത്തിരി കടുത്ത ഭാഷയിൽ വിമർശിക്കാറുണ്ട്. വെറുപ്പ് കൊണ്ടല്ല ഉമ്മ, നിങ്ങളോട് വൈരാഗ്യമുള്ളത് കൊണ്ടല്ല, സ്നേഹമുള്ളത് കൊണ്ട് പറയുകയാണ് ഉമ്മ. ഉമ്മ, പെങ്ങളെ, നീ നന്നായാ വീട് നന്നായി മോളെ, നീ നന്നായാ വീട് നന്നായി മോളെ. സഹോദരാ, ഭർത്താവ് എത്ര നല്ല മനുഷ്യനാണെങ്കിലും ഭാര്യ നല്ലവളല്ലെങ്കിൽ മക്കള് തലതിരിഞ്ഞു പോകുമടോ. ഏറ്റവും ഞങ്ങൾ സഹോദരിമാര് വിചാരിക്കണത് ഇവരോട് വൈരാഗ്യം ഉണ്ടായിട്ട് ഞങ്ങളിങ്ങനെ പറയണ അല്ല. ഇവിടെ വാപ്പ നല്ല മനുഷ്യനാ, ഉമ്മ നല്ലവളല്ലെങ്കിൽ മക്കള് തലതിരിഞ്ഞു പോകും. അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ. അള്ളാഹു നമ്മുടെ ഭാര്യമാരെ സ്വാലിഹത്തുകളാക്കി തരുമാറാകട്ടെ.